ഓ പിന്നെ UK പറഞ്ഞോട്ടങ്ങ് വിടാൻ പോവല്ലേ ഇവിടെ. അച്ഛനും അമ്മയും വേണ്ട, ഒന്നും വേണ്ട, വളർത്തിടുക. അല്ലെങ്കിൽ പിന്നെ അമ്മയും വേണ്ട അച്ഛനും വേണ്ടെന്നും പറഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്ക് ദേഷ്യം വരുന്നു. നമ്മുടെ പുറകെ അമ്മ ഇല്ലാതെ പറ്റില്ല, അച്ഛൻ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞ് നടക്കുകയും ചെയ്യും. അവസാനം അവരൊരു അവസരം കിട്ടുമ്പോഴുമാരൊക്കെ പൊടിയും തട്ടി ഒറ്റ പോക്കും പോകും. വിചാരിച്ചിട്ടിരുന്നാൽ അത് കിട്ടും. മണി കണ്ടോ കണ്ടോ അമ്മ, അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലേ ചേച്ചി വിടുന്നതിന്? തീരെ താല്പര്യമില്ല, മനസ്സിലായില്ലേ? അമ്മ എനിക്കും തീരെ താല്പര്യമില്ലമ്മ. പക്ഷെ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യമില്ലല്ലോ അമ്മ. അവർക്ക് നല്ല താല്പര്യമുണ്ട്. അച്ഛനാണെങ്കിൽ സപ്പോർട്ടാണ്. റിങ്കിക്ക് പിന്നെ പോണോന്ന് പറഞ്ഞുകൊണ്ട് നല്ല വാശി പിടിച്ചോണ്ടിരിക്കുക. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് 1 മാസം കഴിയുമ്പോൾ തന്നെ അവൾ അവിടെ എത്തും. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം സെറ്റാണ്. നമ്മളെ കയ്യിൽ നിന്ന് പോയമ്മാ, പോയി. പിന്നെ ഞാൻ സമ്മതിക്കൊന്നുമില്ല. അങ്ങനെ അങ്ങ് പോകണമെന്ന് പറഞ്ഞാൽ എന്തുവാടി മറ്റേ ജംഗ്ഷനിലുള്ള സ്ഥലോ UK എന്ന് പറയണത്? അതിന് എനിക്ക് അറിഞ്ഞു. അതല്ലല്ലോ കാര്യം. മക്കളെ പാറവളയിൽ കൊണ്ട് നിർത്തിയിട്ട് രാത്രി തിരിച്ചു വന്ന് അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് മോങ്ങിയ പെണ്ണാണത്. അവസാനം രാത്രി വിളിക്കാൻ പോകേണ്ടി വന്നു. അത് കൊച്ചിലല്ലേ ഇത്? കൊച്ചിലാണെങ്കിൽ ഇപ്പോഴും അതേ സ്വഭാവം തന്നെ. അച്ഛനും അമ്മയും വിട്ടു പോകാറില്ലെന്നല്ലേ അവള് പറഞ്ഞോണ്ടിരുന്നു ഇത്രയും ദിവസം. എന്നിട്ട് ഒറ്റയടിക്ക് അങ്ങ് പോകണം എന്ന് പറഞ്ഞാൽ വീട്ടും സംഭവിച്ചാ പിന്നെ? അതൊക്കെ ശരിയാണ്. ഇനിയിപ്പൊ നമുക്ക് എന്തോന്നും ചെയ്യാൻ പറ്റും? നമ്മളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കാര്യം പറഞ്ഞാൽ മതിയോ? നമ്മൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, ഇത് ഞാൻ മുടക്കിയിരിക്കും. ആ പിള്ളേരെ, നിനക്കൊരു കാര്യം അറിയോ? ഈ ഇവൾക്ക് കല്യാണാലോചന വരുമ്പോ ഞാൻ ബ്രോക്കർമാരടുത്തൊക്കെ പറയണ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ നമ്മുടെ ജില്ലയിലുള്ളതായിരിക്കണം എന്നാണ്. എനിക്ക് നമ്മുടെ ജില്ല വിട്ട് ഇവിടെ കെട്ടിച്ചുവിടാൻ പോലും താല്പര്യമില്ല. പിന്നെയാണ് ഞാൻ ഇവിടെ ജോലിക്കുണ്ടെങ്കിൽ UK-ല്. ശരിയാണ്. കൊച്ചിയിൽ പോലും ഞാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല, നിന്നെയും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ 2 മക്കളും എന്റെ കൺവെട്ടത്ത് വേണമെന്നാണ്. അതൊക്കെ വിട്. അമ്മ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അമ്മ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടി ഇനി അവളെ വിടാതിരിക്കാൻ. ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങ് അടുത്തെത്തി അമ്മ എന്തെങ്കിലും ഒന്ന് പ്രയോഗിച്ചാലേ അവള് പോവാതിരിക്കുള്ളൂ. അമ്മ അവള് പോയിരിക്കാൻ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. എന്തോന്ന് വെച്ചാ എന്നെ ഇങ്ങനെയൊക്കെ പറയണ? ഞാൻ കൊടുക്കുന്നു മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യം. ഞാനിവിടെ ശരിയാവില്ല. പിന്നെ എനിക്ക് അറിഞ്ഞൂടല്ല ഐഡിയ പറഞ്ഞു കൊടുക്കാൻ വന്നിരിക്കുന്നു. എന്തോന്ന് മണി നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? മണി, നമ്മുടെ മോള് ദൂരെ പോണല്ലേ, എനിക്കും വിഷമമുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ആലോചിക്കണം. നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അവളുടെ ഭാവി സേഫ് ആവും. രവിയായിട്ട് അതൊക്കെ തെറ്റായ ധാരണയാണ്. വിദേശത്ത് പോയാലേ ഭാവി സെറ്റ് ആവുള്ളൂ. ഇവിടെ അവളെ കിട്ടുന്ന പറ്റുന്ന ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചാൽ മതി. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഇവിടെ വിടാതെ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അത് അവളോട് ചെയ്യുന്ന തെറ്റാണ്. എന്തോന്ന് രവിയേട്ട, പിള്ളേരെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. രവിയേട്ട തന്നെ ആലോചിക്കും. ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോഴേക്കും ആ കൈ നോക്കണ അമ്മച്ചി എന്റെ അടുത്ത് ഈ കാര്യം പറയാനും അത് കേട്ടോണ്ട് വരണ വഴിക്ക് തന്നെ അവള് എന്റെ അടുത്ത് നേരെ പറയണത് എന്താണ്? അവൾക്ക് UK പോകാൻ അവസരം കിട്ടിയതാണ്. അപ്പൊ അത് എന്താണ്? ഒരു നിമിത്തല്ലേ, ദൈവം നമുക്ക് കാണിച്ചു തരുന്നല്ലേ. ഒരു നല്ല കാര്യം നടക്കാനായിട്ട് ദൈവം വഴി കയറി മുടക്കുവോ? അപ്പൊ ഇത് നീ ഇങ്ങനെ വല്ലവരും പറഞ്ഞ് കേട്ടോണ്ട് ഇങ്ങനെ വിശ്വസിച്ചില്ലേ? മുടക്കണതല്ല, ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഒരു അപകടം വരാൻ പോവാണ്, പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ചു. അവൾക്ക് ജോലി ചെയ്യാൻ അവള് പോണതിൽ എനിക്ക് ഒരു വിരോധവും ഇല്ല. ഓക്കെ, നല്ലത്, സമ്മതിച്ചു. അവിടെ ചെന്ന് വല്ല ഉണക്ക സാഹിബിനെ കല്യാണം കഴിച്ചോണ്ട് വന്നു കഴിഞ്ഞാലേ ഇവിടെ കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ചെമ്പ് മുടിയൊക്കെ ആയിട്ട് സാഹിബിന്റെ പിള്ളേരെ ഒന്ന് കളിക്കും. നിർത്ത്. ഇത് എവിടെ കയറി പോണത്? അവള് പോയിട്ടില്ല, ഒരു ചാൻസ് വന്നതേ ഉള്ളൂ. ഇനി അതൊക്കെ കഴിഞ്ഞ് അവള് പോയി കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് അതിനിടയ്ക്ക് സാഹിബിന്റെ കുട്ടികളുമായിട്ട് പറഞ്ഞ കാര്യമാണ് അവൾ ചിന്തിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇവളെ UK-ൽ വിടാൻ ഞാൻ സമ്മതിക്കൂല. അതിന് രവിയായിട്ട് എന്റെ കൂടെ നിന്നേ പറ്റൂ. ഞാൻ നിൽക്കൂല, അവള് പോവും, ഞാൻ അവളോട് നിൽക്കുള്ളൂ. ഇന്ന് വരെ അവരുടെ നല്ല ഒരു കാര്യത്തിന് ഞാൻ എതിര് നിന്നിട്ടില്ല. അറിയല്ല, ഞാൻ എതിര് നിൽക്കൂല. അവള് പോട്ട് അവള് എത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്നറിയുമോ? ഇത് മുടക്കാൻ വേണ്ടി ഏതറ്റം വരെ പോണോ അത് ഞാൻ ചെയ്തിരിക്കും. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ മണി. വല്ലവരും പറഞ്ഞത് കേട്ടോണ്ട് അതും വിശ്വസിച്ചോണ്ട് കൊച്ചുങ്ങളുടെ ഭാവിയെ തടയാനായിട്ട് വന്ന് നിൽക്കുന്നത്. ഇടി, അങ്ങനെ ഒന്നും സംഭവിക്കൂല. സ്വന്തം നാട്ടിൽ നിന്നിട്ടുള്ള ഭാവിയൊക്കെ മതി മക്കൾക്ക്. നീ പറയണ കേക്ക് മണി. അവള് പോയി കഴിഞ്ഞാലേ അവളുടെ ഭാവി സേഫാവും, നമുക്കൊക്കെ നല്ല കാലമാണ്. ഓ, ഇനി അവള് സമ്പാദിച്ചോണ്ട് വന്നാലേ നമുക്ക് നല്ല കാലം വരുന്നുണ്ടോ? മക്കൾ അങ്ങനെയല്ല ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാരാണ് ജീവിക്കേണ്ടത്. ഉടനെ അവര് നന്നായിട്ട് നമ്മളെ നന്നാക്കാൻ. നിങ്ങൾക്ക് ജോലിയില്ലേ, വരുമാനം ഇല്ലേ? അതൊക്കെ മതി. എന്ത് പറഞ്ഞാലും അതിന് വ്യാഖ്യാനിച്ച് കൊണ്ട് പോകാതെ മണിക്കുട്ടി. രവിയേട്ടാ, ഇനി ഇതിന്റെ പേരിൽ എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാൻ പറ്റുമെങ്കിൽ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാം, അത് മതി. ആ കുട്ടികളും അവരുടെ നല്ലൊരു കാര്യം വരുമ്പോഴത്തേക്ക് ഇവളിങ്ങനെ നിന്ന് ഇനി അതിനോട് ഞാൻ എങ്ങനെ പറയും? മലയാളത്തിൽ പറഞ്ഞ പിള്ളേർക്ക് മനസ്സിലാവും.